ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാൻസ്. ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു ദീപാവലി ഓഫറൊക്കെ തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള പ്ലാന്റ്സ് കുറച്ച് എക്സോട്ടിക് റയർ വെറൈറ്റീസാണ്. അപ്പോൾ എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കളക്ഷനിലില്ലാത്ത പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ആയിക്കോട്ടെ. നമുക്ക് ഒരുപാട് പുതിയ ലീഫി ആന്തോറിയംസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലോണ്ടൻസിൻ്റെ ഒത്തിരി പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ സമ്മർ ഗ്ലോറി, ഇതിൻ്റെ ഒരു പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് മഴയൊക്കെ പെയ്ത് ഇതിൻ്റെ ലീഫ് കനം വെച്ച് മറിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ സമ്മർ ഗ്ലോറിയുടെ ഈ ഒരു സൈസിലുള്ള തൈകളാട്ടോ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അതുപോലെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് നല്ല കളറാണ്, നല്ലൊരു കോപ്പർ കളറാണ് കേട്ടോ. നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണിത്. ഇത് ഫിലോണ്ടൻ കോങ്കോ ഗ്രീൻ വെരിഗേറ്റഡ്, നല്ല അടിപൊളി വെരിഗേഷനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തും മുകളിലൊക്കെ നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രം നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ലീഫി ആന്തോറിയംസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ആന്തോറിയം ക്യൂൻ. ആന്തോറിയംസ് കളക്ട് ചെയ്യുന്നവരുടെ ഒരു സ്വപ്നം തന്നെ ആയിരിക്കും ഈ പ്ലാന്റ്, സാധാരണ എല്ലാ പ്ലാന്റ് ലവേഴ്സിനും. അപ്പോൾ നമുക്ക് ആന്തോറിയം ക്യൂനിൻ്റെ കുറച്ച് മാത്രം തൈകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അത്യാവശ്യം മീഡിയം സൈസിലുള്ള കുറച്ച് തൈകളുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ചെറിയ തൈകളുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള തൈകളും എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റിലെ ലീഫ് ഇങ്ങനെ താഴേക്ക് വളരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യാണ് കേട്ടോ നല്ലത്. ഞാൻ സാധാരണ പുതിയ വാങ്ങിക്കുന്ന ആന്തോറിയംസൊക്കെ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ വെച്ച് കൊടുക്കാറുള്ളത്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷനൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് മാത്രമാണ് കേട്ടോ ആന്തോറിയംസ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട് ഹാങ്ങിങ് പോട്ടിലായിരിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. പോട്ടി മിക്സായിട്ട് കൊക്കോ പിറ്റ്, കൊക്കോ ചിപ്സ്, പെർലൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പോട്ടിന് അധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഇനി നമുക്കൊരു പുതിയ ഫിലോ വെറൈറ്റിയും കൂടെ കാണാം. ഫിലോണ്ടൻ വൈറ്റ് നൈറ്റ് മാർബിൾ, നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ പ്ലാന്റൊക്കെ നമ്മൾ പോട്ടോട് കൂടി വിത്ത് പോട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത്. ഇനി നമുക്ക് അലോക്കേഷ്യയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയായ അലോക്കേഷ്യ ഫ്രൈഡൊക്കെ വെരിഗേറ്റഡ്, അടിപൊളി വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് കുറച്ചൊരു സെൻസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അടുത്ത് നമുക്ക് വീണ്ടും ഒരു ആന്തോറിയം വെറൈറ്റിയാണ്, ആന്തോറിയം വില്ലനോറോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ലീഫൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാട്ടോ. അടുത്ത് നമുക്ക് വീണ്ടും ഫിലോ വെറൈറ്റിയാണ്, ഫിലോണ്ടൻ ഫ്ലോറിഡ ബ്യൂട്ടി. ഈ പ്ലാന്റ് പേര് പോലെ തന്നെ നല്ല സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൽ ചാണകപ്പൊടിയൊന്നും ചേർക്കരുത്. ബാസക്കോട്ട മാത്രം ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് ഒരു ഫിലോ വെറൈറ്റി തന്നെയാണ്, ഫിലോണ്ടൻ സൗദി റോയ്. ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന്, ഈ ഫിലോണ്ടൻ വെറൈറ്റീസൊക്കെ പെട്ടെന്ന് പടർന്നു പോകുന്ന വെറൈറ്റീസിനൊക്കെ നമ്മൾ എന്തായാലും സ്റ്റിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. ഞാനിതുപോലെ സ്റ്റിക്കിലൊക്കെ പടർത്താൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ട്, അതുപോലെ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്ക് ഇതിന് വെച്ച് കൊടുത്താൽ മതി. ഇതൊരു വെറുതെ ഒരു മരക്കഷ്ണം വെച്ച് കൊടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൽ പറ്റി പിടിച്ച് വളർന്നോളും. ഇത് അതുപോലെ തന്നെ ഫിലോണ്ടൻ സ്പ്ലെൻഡിഡ് ആണ്. ഇതുപോലെ വലിയ സൈസിലൊക്കെ ലീഫ് ആയിട്ട് വരാനായിട്ട് നമുക്ക് ഇങ്ങനെ മോസ്റ്റിക്ക് എന്തെങ്കിലും കുത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫിലോണ്ടൻസ് പെട്ടെന്ന് ഗ്രോത്തും കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലീഫിൻ്റെ ശരിയായ ഷേപ്പും ശരിയായ സൈസൊക്കെ ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഫിലോ വെറൈറ്റിയാണ്, ഫിലോണ്ടൻ ഓറഞ്ച് പ്രിൻസസ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പിങ്ക് പ്രിൻസസും വൈറ്റ് പ്രിൻസസൊക്കെ ഉണ്ടായിരിക്കും. ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ്, ഓറഞ്ച് പ്രിൻസസ്. ഈ പ്ലാന്റ് മെച്ചൂർഡ് ആകുമ്പോൾ നല്ല ഓറഞ്ച് പാറ്റേൺസൊക്കെ ലീഫിലൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ചെറിയ തൈകളാണ്. ഇത് അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു ഫിലോണ്ടൻ വെറൈറ്റിയാണ്. ഈ പ്ലാന്റ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലില്ലാത്ത ഒരു പ്ലാന്റും കൂടാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ അടിപൊളിയാണ്. ഒറ്റ പീസ് നമുക്ക് ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ഫിലോ വെറൈറ്റിയാണ്, ഫിലോണ്ടൻ വെരിക്കോസം. ഇതും അതുപോലെ എല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്.
ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ട വെറൈറ്റി തന്നെയാണ് കേട്ടോ. അടുത്ത നമുക്ക് ഫിലോണ്ടൻ പിങ്ക് ഗ്ലോറി. പുതിയ ലീഫ് വരുമ്പോൾ കാണാൻ അടിപൊളിയാണ്. നല്ല പിങ്ക് ഷെയ്ഡുള്ള ബാക്ക് സൈഡിലും അതുപോലെ തന്നെ നല്ല പിങ്ക് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ നമ്മൾ നോക്കി ഒന്നോ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഫിലോണ്ടൻ ഷാരോണായി. ഇത് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ ഒക്കെ പോലെ താഴേക്ക് ഒത്തിരി നീളത്തിൽ വരുന്ന ഇലകളാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ ജിഫിയിലുള്ള തൈകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ്സ് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അടുത്തതൊരു ആന്തൂറിയം വെറൈറ്റിയാണ്, ആന്തൂറിയം പെഡക്റ്റ റേഡിയേറ്റം. ഇത് നമ്മുടെ ലീഫി ആന്തൂറിയംസ് ആണെങ്കിലും ഇതിൻ്റെ ലീഫ് വേണ്ട കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തത് ആന്തൂറിയംസിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആന്തൂറിയം സീഡ് ലവ്. വീണ്ടും ഫിലോറൈറ്റിയാണ്, ഫിലോണ്ടൻ മെലാനോക്രിസം. ഇതാണ് ഫിലോണ്ടൻ എൽ ചോക്കോ റെഡ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പേര് പോലെ തന്നെ ഇതിൻ്റെ പുതിയ ലീഫും അതുപോലെ ലീഫിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല റെഡിഷ് കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിലോഡൻസിന് എല്ലാത്തിനും പുതിയ ലീഫ് വരുമ്പോൾ കാണാനായിട്ട് അടിപൊളിയാണ്. നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിനാണെങ്കിൽ ഒരു ഫ്ലവർ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കൂലേ, അതുപോലെ തന്നെയാണ് ഈ ആന്തൂറിയംസിനും ഫിലോഡൻസിനൊക്കെ പുതിയ ലീഫ് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മഴയത്ത് കാണിക്കാം. ഇപ്പോൾ എല്ലാവർക്കും നല്ല മഴ കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ നല്ല മഴ ആണ്, ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫിലോണ്ടൻ സമ്മർ ഗ്ലോറി. ഞാനിത് തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ ഒരുപാട് കുറച്ച് മുമ്പേ ഉള്ള ഒരു വെറൈറ്റിയാണ് ഫിലോണ്ടൻ റിംഗ് ഓഫ് ഫയർ ഗോൾഡ്. നല്ല നിയോൺ കളറുള്ള നല്ലൊരു എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അത്. ഇനി നമുക്കൊരു ആന്തൂറിയം വെറൈറ്റി കൂടെ എത്തിയിട്ടുണ്ട്, ആന്തൂറിയം ലക്ഷൂറിയൻ. കുഞ്ഞു തൈയാണ് കേട്ടോ. ഇതും ആന്തൂറിയത്തിൻ്റെ വെറൈറ്റീസാണ്. ഈ ഫിലോണ്ടൻസിനും ആന്തൂറിയം പ്ലാന്റ്സിനൊക്കെ മഴ കൊള്ളുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇത് ആന്തൂറിയം സിൽവർ ബുഷ്. ഇനി നമുക്കൊരു ഫിലോണ്ടൻ വെറൈറ്റിയായ ഫിലോണ്ടൻ ബില്ലേറ്റ്. ബില്ലേറ്റിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ. ബില്ലേറ്റ് ഗ്രീൻ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതും. ഈ പ്ലാന്റ് പുതിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി. അപ്പോൾ ഈ വെറൈറ്റി നമുക്ക് ഫസ്റ്റാണ് കേട്ടോ ഈ പ്ലാന്റും വരുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായൊരു പെട്ടെന്നായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇതുപോലെ തന്നെ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായി വീണ്ടും ഞാൻ വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബായ്.